ഇൻസ്റ്റഗ്രാം ഉൾപ്പെടെയുള്ള സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിൽ നിന്ന് CJP സമരവുമായി ബന്ധപ്പെട്ട റീലുകൾ നീക്കം ചെയ്തു. മെറ്റ കേന്ദ്ര സർക്കാർ കൂടിക്കാഴ്ചയ്ക്ക് പിന്നാലെയാണ് റീലുകൾ അപ്രത്യക്ഷമാകുന്നത് എന്നാണ് ആരോപണം. യൂത്ത് കോൺഗ്രസ്, അരവിന്ദ് കെജ്രിവാൾ തുടങ്ങിയവരുടെ പോസ്റ്റുകൾ ഇന്ത്യയിൽ ബ്ലോക്ക് ചെയ്തതായും പരാതിയുണ്ട്. പ്രതിഷേധ വീഡിയോകളുടെ പ്രചാരം കുറയ്ക്കാൻ അൽഗോരിതത്തിൽ മാറ്റം വരുത്തിയതായാണ് സംശയം. കമ്മ്യൂണിറ്റി മാനദണ്ഡങ്ങൾ ലംഘിച്ചു എന്നാണ് മെറ്റ നൽകുന്ന വിശദീകരണം. നോബിൾ മാരിക്കാരൻ കൂടുതൽ വിവരങ്ങൾ നൽകും. നോബിൾ, ഒരു ന്യായമായ ആവശ്യത്തിന് മേൽ നടന്ന പ്രതിഷേധമാണ്. അതിലെങ്ങനെയാണ് കമ്മ്യൂണിറ്റി മാനദണ്ഡങ്ങൾ ലംഘിച്ചു എന്ന് മെറ്റ പറയുന്നത്? എന്താണ് മെറ്റയുടെ വിശദീകരണം? കഴിഞ്ഞ കോക്രോച്ച് ജനതാ പാർട്ടിയുടെ സമരം വലിയ തരത്തിൽ ഹിറ്റായതിന് പിന്നിൽ സമൂഹ മാധ്യമങ്ങളുടെ പങ്ക് വളരെ വലുതാണ്. എന്താണെങ്കിലും കോക്രോച്ച് ജനതാ പാർട്ടിയുടെ അടക്കം സമൂഹ മാധ്യമ പോസ്റ്റുകൾ നീക്കം ചെയ്യുന്നു എന്ന ആക്ഷേപമാണ് ഇപ്പോൾ ഉയർന്നിരിക്കുന്നത്. മെറ്റയ്ക്ക് എതിരെയാണ് ആരോപണം പ്രധാനമായും ഉയർന്നിരിക്കുന്നത്. മെറ്റ പ്രത്യേകിച്ച് ഫേസ്ബുക്ക്, ഇൻസ്റ്റഗ്രാം അടക്കമുള്ള അക്കൌണ്ടുകളിൽ നിന്ന് മില്യൺസ് ഓഫ് വ്യൂവർഷിപ്പുള്ള പല വീഡിയോകളും അപ്രത്യക്ഷമാകുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. അൽഗോരിതത്തിലടക്കം മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട് എന്ന വിവരമാണ് ലഭിക്കുന്നത്. പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, കഴിഞ്ഞ ദിവസം മെറ്റയെ കേന്ദ്ര സർക്കാർ വിളിച്ചു വരുത്തി വലിയ തരത്തിൽ മെറ്റ ഉദ്യോഗസ്ഥർ ദില്ലിയിൽ എത്തുകയും കേന്ദ്ര സർക്കാരുമായി ചർച്ചകളൊക്കെ നടത്തുകയും ചെയ്തിരുന്നു. അതിന് പിന്നാലെയാണ് എന്താണെങ്കിലും വീഡിയോകൾ ഇത്തരത്തിൽ അപ്രത്യക്ഷമാകുന്നത് എന്നാണ് എടുത്തു പറയേണ്ട കാര്യം. അൽഗോരിതത്തിലടക്കം മെറ്റ ഇക്കാര്യത്തിൽ മാറ്റങ്ങൾ വരുത്തി എന്നാണ് വിവരം ലഭിക്കുകയും ചെയ്യുന്നത്. ഏതായാലും നിലവിലത്തെ സാഹചര്യത്തിൽ വലിയ വിമർശനം ഈ വിഷയത്തിൽ ഉയരുന്നു. പ്രത്യേകിച്ച് കോക്രോച്ച് ജനതാ പാർട്ടിയുടെ മാത്രമല്ല, അരവിന്ദ് കെജ്രിവാൾ, യൂത്ത് കോൺഗ്രസ് അടക്കമുള്ള സംഘടനകളുടെയൊക്കെ പോസ്റ്റുകൾ ഇത്തരത്തിൽ നീക്കം ചെയ്തിട്ടുണ്ട് എന്നാണ് വിവരം ഉള്ളത്. മെറ്റ ഇതിൽ പറയുന്നത് ഈ പറഞ്ഞ കമ്മ്യൂണിറ്റി മാനദണ്ഡങ്ങൾ ലംഘിച്ചതിന്റെ പേരിലാണ് ഈ വീഡിയോകൾ മാറ്റിയത് എന്നാണ്. അതേസമയം മില്യൺസ് ഓഫ് വ്യൂവർഷിപ്പ് കിട്ടിയതിനു ശേഷം ഇത്തരത്തിൽ വീഡിയോകൾ മാറ്റുമ്പോൾ എന്ത് മാനദണ്ഡമാണ് ലംഘിക്കപ്പെട്ടതെന്ന ചോദ്യം ഉയരുന്നു. കാരണം ഈ വീഡിയോ ഇട്ടപ്പോൾ തന്നെ അങ്ങനെയാണെങ്കിൽ നീക്കം ചെയ്യേണ്ടതല്ല എന്ന ചോദ്യമാണ് പ്രസക്തമായി ഉയരുന്നത്. എന്താണെങ്കിലും അഭിപ്രായ സ്വാതന്ത്ര്യമുള്ള കടന്നുകയറ്റം എന്നാണ് ഇതിൽ പ്രതിപക്ഷ കക്ഷികൾ വിമർശനം ഉന്നയിക്കുന്നത്. CJPയും ഇതുമായി ബന്ധപ്പെട്ട് സൗരദാസ് അടക്കമുള്ള ആളുകൾ വിമർശനവുമായി രംഗത്തേക്ക് വരികയും ചെയ്തിട്ടുണ്ട്. നോബിൾ മാരിക്കാരനാണ് വിവരങ്ങൾ നൽകിയത്.